ഗുരുസാഹിതിയിലേക്ക് എല്ലാ ആത്മമിത്രങ്ങൾക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ഗദ്യപ്രാർത്ഥനയുടെ പഠനം സമാരംഭിക്കും. ശ്രീനാരായണ ഗുരുകൃതമായ ഗദ്യപ്രാർത്ഥന ഇതര പ്രാർത്ഥനാകൃതികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു പ്രാർത്ഥനയാണ്. ഈ കൃതിയുടെ രചനയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. 1893 കുളത്തൂർ കോലത്തുകര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാകർമ്മം കഴിഞ്ഞ് ഗുരു വിശ്രമിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ നാട്ടിലെ പ്രമാണിമാരിൽ ഒരാളായ രാമൻ മുതലാളി ഗുരുവിനെ വണങ്ങിയ ശേഷം പറഞ്ഞു, സ്വാമി, എനിക്ക് ക്ഷേത്രങ്ങളിലും വിഗ്രഹ ആരാധനയിലും ഒട്ടും വിശ്വാസമില്ല. എന്നാൽ അങ്ങയിൽ പരിപൂർണ വിശ്വാസമുണ്ട്. അതുകൊണ്ട് എന്നെപ്പോലെയുള്ളവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥന എഴുതിത്തന്ന് അനുഗ്രഹിക്കണം. രാമൻ മുതലാളിയുടെ വാക്കുകൾ കേട്ട്, ഓഹോ, അങ്ങനെയോ എന്ന് പ്രതികരിച്ചതിനു ശേഷം ഗുരു അല്പസമയം മൗനം ഭജിച്ചു. അതിനുശേഷം രാമൻ മുതലാളിയെ നോക്കി, എഴുതിയെടുക്കാമോ എന്ന് ചോദിച്ചു. രാമൻ മുതലാളി എഴുതിയെടുക്കാൻ തയ്യാറായി. അങ്ങനെ അപ്പോൾ അവിടെ വച്ച് ഗുരു പറഞ്ഞുകൊടുത്ത പ്രാർത്ഥനയാണ് ഗദ്യപ്രാർത്ഥന. ഘടനയിൽ പ്രാർത്ഥനാകൃതിയാണെന്ന് തോന്നുമെങ്കിലും ഗുരുകൃതമായ ഗദ്യപ്രാർത്ഥന ഒരു ധ്യാന ഉപനിഷത്താണ്. പരമാത്മോപനിഷത്ത് എന്ന് ഈ കൃതിയെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഗുരുകൃതങ്ങളായ ബ്രഹ്മവിദ്യാപഞ്ചകവും ദൈവദശകവും പഠിച്ചതിനു ശേഷം ഈ കൃതിയുടെ പഠനത്തിലേക്ക് പ്രവേശിച്ചാൽ അത് ഏറെ ഗുണകരമായി ഭവിക്കുന്നതാണ്. ഇനി നമുക്ക് ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച ഗദ്യപ്രാർത്ഥന എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് മനസ്സിലാക്കാം. കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ 3 രൂപങ്ങളോടുകൂടിയതും പരമാത്മാവിൽ നിന്നുമുണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു. അതിനാൽ പരമാത്മാവല്ലാതെ വേറൊന്നുമില്ല. സകല പാപങ്ങളെയും നശിപ്പിക്കുന്ന, വറുത്തുകളയുന്ന പരമാത്മാവിൻ്റെ യാതൊരു സ്വരൂപം എൻ്റെ ബുദ്ധിയെ തെളിയിച്ച് നല്ല വഴിയെ കൊണ്ടുപോകുമോ, ധ്യാനിക്കേണ്ടതായ പരമാത്മാവിൻ്റെ ആ ദിവ്യരൂപത്തെ ഞാൻ ധ്യാനിക്കുന്നു. അല്ലയോ പരമാത്മാവേ, ഇപ്രകാരം ഇടവിടാതെ എനിക്കങ്ങയെ ധ്യാനിക്കുന്നതിനും അങ്ങയുടെ പരമാനന്ദം ലഭിക്കുന്നതിനും അങ്ങയുടെ അനുഗ്രഹം എന്നിലുണ്ടാകണമേ. അല്ലയോ ദൈവമേ, കണ്ണുകൊണ്ട് കാണുന്നതൊന്നും നിത്യമല്ല. ശരീരവും നീർക്കുമിള പോലെ നിലയറ്റതാകുന്നു. എല്ലാം സ്വപ്നതുല്യം എന്നല്ലാതെ ഒന്നും പറയുവാനില്ല. നാം ശരീരമല്ല, അറിവാകുന്നു. ശരീരമുണ്ടാകുന്നതിന് മുമ്പിൽ അറിവായ നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെയുമില്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെയിരിക്കും. ജനനം, മരണം, ദാരിദ്ര്യം, രോഗം, ഭയം ഇതൊന്നും നമ്മെ തീണ്ടുകയില്ല. ഇപ്രകാരം ഉപദേശിക്കപ്പെടുന്ന തിരുവാക്കുകളെയും ഈ തിരുവാക്കുകളുടെ ഉപദേഷ്ടാവായ പരമാത്മാവിനെയും ഞാൻ ഊണിലും ഉറക്കത്തിലും ഇടവിടാതെ എല്ലായ്പ്പോഴും ചിന്തിക്കുമാറാകണമേ. നീ എൻ്റെ സകല പാപങ്ങളെയും കവർന്നെടുത്തുകൊണ്ട് എനിക്ക് നിന്റെ പരമാനന്ദം നൽകണമേ. എൻ്റെ ലോകവാസം കഷ്ടപ്പാടുകൂടാതെ കഴിഞ്ഞുകൂടുന്നതിനും ഒടുവിൽ നിന്റെ പരമപദം പ്രാപിക്കുന്നതിനും നിന്റെ അനുഗ്രഹം എന്നിലുണ്ടാകണമേ. ഇതാണ് ഗുരുദേവകൃതമായ ഗദ്യപ്രാർത്ഥന. ഇനി നമുക്ക് ഗദ്യപ്രാർത്ഥനയിലൂടെ ഗുരുദേവൻ ഉപദേശിച്ച അദ്വൈത സാക്ഷാത്കാര മാതൃക പരിശോധിച്ചു നോക്കാം. കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ 3 രൂപങ്ങളോടുകൂടിയതും പരമാത്മാവിൽ നിന്നുമുണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു. അതിനാൽ പരമാത്മാവല്ലാതെ വേറൊന്നുമില്ല എന്ന പ്രസ്താവനയോടുകൂടിയാണ് ഗുരുകൃതമായ ഗദ്യപ്രാർത്ഥന സമാരംഭിക്കുന്നത്. ഇതൊരു വെറും പ്രാർത്ഥനയല്ല, പ്രപഞ്ച നിർവചനമാണ് ഇവിടെ നൽകപ്പെട്ടിരിക്കുന്നത്. പ്രപഞ്ചം എന്താകുന്നു, അതെങ്ങനെ ഉണ്ടായി,
എങ്ങനെ നിലനിൽക്കുന്നു? പ്രപഞ്ചത്തിന് നാശമുണ്ടോ? ഉണ്ടെങ്കിൽ ആ നാശം എങ്ങനെയായിരിക്കും സംഭവിക്കുക? എന്നീ ചോദ്യങ്ങൾക്കുള്ള വ്യക്തമായ ഉത്തരങ്ങൾ ഈ നിർവചനത്തിലുണ്ട്. ദൃശ്യാനുഭവങ്ങളുടെ ആകത്തുകയാണ് കാണപ്പെടുന്നതൊക്കെയും എന്ന് ഗുരു വിശേഷിപ്പിച്ചിരിക്കുന്നത്. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം ഇവയഞ്ചുമാണ് ഇന്ദ്രിയ വിഷയങ്ങൾ. ഈ ഇന്ദ്രിയ വിഷയങ്ങളുടെ ആകത്തുകയാണ് ലോകാനുഭവങ്ങൾ. ഇന്ദ്രിയങ്ങൾ കൊണ്ടും മനസ്സുകൊണ്ടും അനുഭവിച്ചോ സങ്കല്പിച്ചോ അറിയാൻ സാധിക്കുന്ന സകലതും കാണപ്പെടുന്നവയുടെ അഥവാ ലോകാനുഭവങ്ങളുടെ പരിധിയിൽപ്പെടുന്നവയാണ്. സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ 3 രൂപങ്ങളോട് കൂടിയതാകുന്നു പ്രപഞ്ചം എന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. തൊട്ടറിയാനും അളന്നോ തൂക്കിയോ തിട്ടപ്പെടുത്താനും കണ്ടറിയാനും ഒക്കെ സാധിക്കുന്ന വസ്തുക്കളെയാണ് സ്ഥൂല വസ്തുക്കൾ എന്ന് പറയുന്നത്. ഇപ്പറഞ്ഞ മാനദണ്ഡങ്ങൾക്കൊന്നും വിധേയപ്പെട്ടു കിട്ടാത്ത അദൃശ്യ വസ്തുക്കളാണ് സൂക്ഷ്മ വസ്തുക്കൾ. പ്രാപഞ്ചികതയിലെ സൂക്ഷ്മതയ്ക്കും സ്ഥൂലതയ്ക്കും ഹേതുകമായി വർത്തിക്കുന്ന ക്രിയാശക്തിയാണ് കാരണം. സ്ഥൂല സൂക്ഷ്മ കാരണ ഭാവസ്വരൂപങ്ങളോടുകൂടിയ പ്രപഞ്ചം പരമാത്മാവിൽ നിന്നുമുണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതാകുന്നു എന്നാണ് തുടർന്ന് പറഞ്ഞിരിക്കുന്നത്. വിശ്വം മുഴുവൻ നിറഞ്ഞു വിരാജിക്കുന്ന ഏകവും അഖണ്ഡവും അദ്വയവുമായ ഒരു ക്രിയാശക്തി ഉണ്ട് എന്നും ആ പരമ്പൊരുളിൽ സ്വയമേവ ആവിർഭവിക്കുകയും തിരോഭവിക്കുകയും ചെയ്യുന്ന പ്രതീതികൾ മാത്രമാകുന്നു പ്രപഞ്ചമെന്നും ആയതിനാൽ പ്രപഞ്ചം വാസ്തവത്തിലില്ലാത്തതാകുന്നു എന്നും ഉള്ളത് പരമാത്മാവ് മാത്രമാകുന്നു എന്നുമാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ. ഇതുതന്നെയാണ് അദ്വൈതം. അദ്വൈത തത്വപ്രസ്താവനയോടുകൂടിയാണ് ഗുരുകൃതമായ ഗദ്യപ്രാർത്ഥന സമാരംഭിക്കുന്നത് എന്ന് സാരം. ലോകം മിഥ്യയാകുന്നു, പരമാത്മാവ് മാത്രം സത്യമാകും. ഇതാണ് അദ്വൈത സിദ്ധാന്തത്തിൻ്റെ പൊരുൾ. ഈ അദ്വൈത ബോധം ഉറപ്പിച്ചെടുത്ത് പ്രായോഗിക അദ്വൈതത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ ലോകരെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യമാണ് ഗുരുകൃതമായ ഗദ്യപ്രാർത്ഥനയുടെ രചനയ്ക്ക് പിന്നിലുള്ളത്. ക്ഷേത്രങ്ങളിലും വിഗ്രഹാരാധനയിലും വിശ്വാസമില്ലാത്തവർക്കു വേണ്ടി കുളത്തൂർ നിവാസിയായിരുന്ന രാമൻ മുതലാളിയുടെ അഭ്യർത്ഥന പ്രകാരം ജ്ഞാനോപാസകന്മാർക്ക് വേണ്ടി ഗുരുദേവൻ രചിച്ചു നൽകിയ പ്രാർത്ഥനയാണിത്. സൂക്ഷ്മവിചാരം ചെയ്തു നോക്കുമ്പോൾ ക്ഷേത്രസങ്കല്പത്തിൻ്റെയും വിഗ്രഹാരാധനയുടെയും പിന്നിലുള്ള ദാർശനിക യുക്തികളെപ്പറ്റിയുള്ള നിരൂപണാത്മകമായ അവബോധനവും ഈ പ്രാർത്ഥനയിൽ ഗുരുദേവൻ സന്നിവേശിപ്പിച്ചിട്ടുള്ളതായി വെളിപ്പെട്ട് കിട്ടുന്നതാണ്. ക്ഷേത്ര സൗധങ്ങളും വിഗ്രഹങ്ങളും പൂജാസാമഗ്രികളും പൂജാകർമ്മങ്ങളും പൂജാരികളും പൂജകൾ നടത്തിക്കുന്ന ഭക്തന്മാരുമെല്ലാം വാസ്തവത്തിൽ പരമാത്മാവിൽ നിന്നുമുണ്ടായി പരമാത്മാവിൽ ലയിക്കുന്ന പ്രാപഞ്ചികതയുടെ ഭാഗങ്ങൾ തന്നെയാണ്. ആ അർത്ഥതലത്തിൽ നിന്നുകൊണ്ട് വിചാരം ചെയ്യുമ്പോൾ വിഗ്രഹാരാധനയും ക്ഷേത്രസങ്കല്പവും അനുബന്ധ ചടങ്ങുകളുമൊന്നും പരമാത്മാവിൽ നിന്നും അന്യമല്ല. അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠയിൽ തുടങ്ങിവെച്ച ക്ഷേത്രപ്രതിഷ്ഠാ പരമ്പര ഗുരുദേവൻ സമാപിപ്പിച്ചത് ഉല്ലല ഓങ്കാരപ്രതിഷ്ഠയിലാണ്. സഗുണോപാസനയെയും നിർഗുണോപാസനയെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ജ്ഞാനോപാസനയിലൂടെ പ്രായോഗിക അദ്വൈത സാക്ഷാത്കാരം നേടിയെടുക്കാൻ സാധിക്കും എന്നാണ് ഗുരുദേവൻ പ്രായോഗിക ജീവിതത്തിലൂടെ കാണിച്ചു തന്നത്. കുളത്തൂർ കോലത്തുകര പ്രതിഷ്ഠാനന്തരം ജ്ഞാനോപാസനയ്ക്ക് ഉതകുന്ന ഈ ഗദ്യപ്രാർത്ഥന രചിച്ചു നൽകിയ ഗുരുദേവൻ്റെ പ്രായോഗിക അദ്വൈത ബുദ്ധിയുടെ അപാരത ശ്ലാഘനീയം തന്നെ. സകല പാപങ്ങളെയും നശിപ്പിക്കുന്ന, വറുത്തുകളയുന്ന പരമാത്മാവിൻ്റെ യാതൊരു സ്വരൂപം എൻ്റെ ബുദ്ധിയെ തെളിയിച്ച് നല്ല വഴിയെ കൊണ്ടുപോകുമോ? ധ്യാനിക്കേണ്ടതായ പരമാത്മാവിൻ്റെ ആ ദിവ്യരൂപത്തെ ഞാൻ ധ്യാനിക്കും. ഇതാണ് പ്രാർത്ഥനയിലെ തുടർന്നുള്ള വരികൾ.
പരമാത്മാവിന് അസംഖ്യം ഭാവരൂപങ്ങളുണ്ട്. അവയിലേത് ഭാവരൂപത്തെയാണ് ഗുരുദേവൻ ധ്യാനിച്ചത് എന്നും ആ ഭാവരൂപത്തിനുള്ള ശ്രേഷ്ഠത എന്താണെന്നുമാണ് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത്. ഘടന പ്രാർത്ഥനയുടേതാണെങ്കിലും ധ്യാനാത്മകമാണ് ഈ വരികളുടെ ഉള്ളടക്കം. സകല പാപങ്ങളെയും നശിപ്പിക്കുന്ന, വറുത്തുകളയുന്ന ഒരു സ്വരൂപം പരമാത്മാവിനുണ്ട്. ജ്ഞാനാഗ്നി സ്വരൂപമാണത്. അധർമ്മപ്രവർത്തികളുടെ ഫലങ്ങളെന്നാണ് മതങ്ങൾ പാപത്തിന് നൽകിയിട്ടുള്ള നിർവചനം. ധാർമ്മിക പ്രവൃത്തികളുടെ ഫലം പുണ്യമാണെന്നും നിർവചിക്കപ്പെട്ടിരിക്കുന്നു. സൂക്ഷ്മ വിചാരം ചെയ്തു നോക്കിയാൽ ധർമ്മവും അധർമ്മവും പുണ്യവും പാപവുമൊക്കെ ആപേക്ഷികങ്ങളാണ്. മനുഷ്യകൃതങ്ങളായ ധർമ്മശാസ്ത്രങ്ങളിൽ മാത്രമേ ധർമാധർമ്മങ്ങൾക്കും പുണ്യപാപങ്ങൾക്കും പ്രസക്തിയുള്ളൂ. അദ്വൈത സിദ്ധാന്തമനുസരിച്ച് സത്യമൊന്നേ ഉള്ളൂ. ഏകവും അഖണ്ഡവും അദ്വയവുമാണ് ആ സത്യം. ആ സത്യത്തിന് അഭാവമോ ച്യുതിയോ വൃദ്ധിക്ഷയങ്ങളോ ഒന്നും ബാധകമല്ല. പ്രാപഞ്ചികതയുടെ ആകവേയുള്ള വിധാനീയതകളിൽ പലതും പലർക്കും ദോഷകരങ്ങളെന്നും അനിഷ്ടകരങ്ങളെന്നും തോന്നിയേക്കാം. ആ തോന്നൽ ആപേക്ഷികം മാത്രമാണ്. അജ്ഞാനം മൂലവും അശ്രദ്ധ മൂലവും നാം ചെയ്തു കൂട്ടുന്ന കർമ്മവിപര്യങ്ങളുടെ സഞ്ചിത ഫലങ്ങളെയാണ് പാപങ്ങളെന്ന് പറയുന്നത്. നമുക്ക് കർത്തൃത്വാധികാരവും ഭോക്തൃത്വാവകാശവും ഉണ്ട് എന്നുള്ള വിശ്വാസത്തിന് പ്രസക്തിയുള്ളിടത്തു മാത്രമേ പാപബോധത്തിനും പ്രസക്തിയുള്ളൂ. പ്രപഞ്ചം മിഥ്യയാണെന്നും പരമാത്മാവ് മാത്രമാണ് സത്യമായിട്ടുള്ളതെന്നും ദൃഢവിശ്വാസം പുലർത്തുന്ന അദ്വൈതി അയാളെയും പരമാത്മാവിൽ നിന്നും അന്യമായി കാണാത്തതുകൊണ്ട് അയാൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ എല്ലാം കർത്തൃത്വവും ഭോക്തൃത്വവും പരമാത്മാവിൽ നിക്ഷിപ്തമാണെന്നാണ് വിശ്വസിക്കുന്നത്. ഈ വിശ്വാസം അയാളിലെ പാപബോധത്തെ പുനരാവൃത്തിയില്ലാത്ത വിധം വറുത്തു നശിപ്പിച്ചു കളയുന്നു. ജ്ഞാനാഗ്നി ഊതിത്തെളിച്ച് പ്രോജ്വലിതമാക്കി തീർത്ത് അതിൽ അഹത്തെ ഹോമിച്ചു കളയാൻ പ്രാപ്തിയുള്ളവന് മാത്രമേ ഇപ്പറഞ്ഞ അദ്വൈത ബോധാനുഭൂതിയെ സ്ഥിരമായി ഉറപ്പിച്ചു നിർത്തി അനുഭവിക്കാൻ സാധിക്കും. ജ്ഞാനോപാസകന്മാർ പരമാത്മാവിനെ ജ്ഞാനസ്വരൂപതയോടുകൂടി ധ്യാനിച്ച് സാക്ഷാത്കരിക്കുമ്പോൾ അവിദ്യാസൃഷ്ടങ്ങളായ സർവപ്രാപഞ്ചിക പ്രതീതികളും ജ്ഞാനാഗ്നിയിൽ ദഹിച്ചുപോകും. പരമാത്മാവിൻ്റെ ധ്യാനിക്കേണ്ടതായ ഈ രൂപത്തെ, ജ്ഞാനാഗ്നി സ്വരൂപത്തെ ധ്യാനിച്ചാൽ അബദ്ധസഞ്ചാരം ഒഴിവായി കിട്ടും. അങ്ങനെയാണ് പരമാത്മാവ് സാധകനെ നല്ല വഴിയെ നയിക്കുന്നത്. പരമാത്മാവിൻ്റെ ധ്യാനിക്കേണ്ടതായ രൂപത്തെ ദിവ്യരൂപമെന്നാണ് ഗുരു വാഴ്ത്തിയിരിക്കുന്നത്. പ്രകാശാത്മകമായ രൂപം അഥവാ ജ്ഞാനസ്വരൂപം എന്നാണ് ദിവ്യരൂപം എന്ന പദത്തിൻ്റെ വാഗർത്ഥം. അല്ലയോ പരമാത്മാവേ, ഇപ്രകാരം ഇടവിടാതെ എനിക്കങ്ങയെ ധ്യാനിക്കുന്നതിനും അങ്ങയുടെ പരമാനന്ദം ലഭിക്കുന്നതിനും അങ്ങയുടെ അനുഗ്രഹം എന്നിലുണ്ടാകണമേ. ഇതാണ് പ്രാർത്ഥനയിലെ തുടർന്നു വരുന്ന വരികൾ. വിശ്വം മുഴുവനും തിങ്ങി വിങ്ങി വിരാജിക്കുന്ന ജ്ഞാനാഗ്നി സ്വരൂപതയോടുകൂടി പരമാത്മാവിനെ ധ്യാനിക്കുന്ന അദ്വൈതി ധ്യാനഭ്രംശം വന്നുപോകാതിരിക്കുന്നതിൽ ജാഗ്രത പുലർത്തിയില്ല എങ്കിൽ ദ്വൈതപ്പിശാചിൻ്റെ മായാവലയത്തിൽ പെട്ടുപോകാൻ ഇടയുണ്ട്. അതോടുകൂടി സാക്ഷാത്കൃത ബോധം മങ്ങിപ്പോകാനും സാധ്യതയുണ്ട്. അങ്ങനെയൊരു ദൗർഭാഗ്യം വന്നു പെടാതിരിക്കാനുള്ള സാധക മനസ്സിലെ നിർവ്യാജമായ ഇച്ഛാശക്തിയുടെ ധ്വനിവിശേഷമായി ഈ പ്രാർത്ഥനാഭാഗത്തെ വ്യാഖ്യാനിക്കാവുന്നതാണ്. അല്ലയോ ദൈവമേ, കണ്ണുകൊണ്ട് കാണുന്നതൊന്നും നിത്യമല്ല. ശരീരവും നീർക്കുമള പോലെ നിലയറ്റതാകുന്നു. എല്ലാം സ്വപ്നതുല്യമെന്നല്ലാതെ ഒന്നും പറയുവാനില്ല.
പരമാത്മാവിനെ ദൈവമേ എന്നാണ് ഇവിടെ സംബോധന ചെയ്തിരിക്കുന്നത്. ദൈവം എന്ന പദത്തിൻ്റെ വാഗർത്ഥം പ്രകാശസ്വരൂപൻ എന്നാണ്. പരമാത്മാവിനെ ജ്ഞാനാഗ്നിയിൽ സ്ഫുടം ചെയ്ത് ശുദ്ധജ്ഞാന സ്വരൂപതയോടുകൂടി സാക്ഷാത്കരിച്ചതിനു ശേഷം ഗുരുദേവൻ നടത്തുന്ന സംബോധനയാണിത്. പ്രപഞ്ചത്തെ പ്രതീതികളുടെ നൈരന്തര്യ പ്രവാഹമായി ധ്യാനിച്ചറിഞ്ഞ ഗുരുദേവൻ സ്വന്തം ശരീരത്തിൻ്റെ ഉണ്മയെപ്പറ്റിയും വിചാരം ചെയ്തു. തൻ്റെ ഭൗതിക ശരീരത്തിന് പ്രാപഞ്ചികതയിൽ നിന്നും വ്യത്യസ്തമായ യാതൊരു സ്വത്വവിശേഷങ്ങളുമില്ല എന്ന് ഗുരുവിന് ബോധ്യപ്പെട്ടു കിട്ടി. ഏതു സമയത്തും ചിഞ്ചടബന്ധം വിച്ഛേദിക്കപ്പെട്ടു പോകാവുന്നതും പഞ്ചഭൂത തന്മാത്രകളായി വിഘടിക്കപ്പെട്ടു പോകാവുന്നതുമായ നശ്വര പിണ്ഡം മാത്രമാണ് ശരീരം എന്ന് മനസ്സിലാക്കിയ ഗുരുദേവൻ സ്വശരീരത്തെ നീർക്കുമിളയോടാണ് ഉപമിച്ചത്. അന്തരീക്ഷ ഊഷ്മാവിൻ്റെയും ജലപ്രവാഹത്തിലെ ഗതികോർജ സമ്മർദ്ദത്തിൻ്റെയും സ്വാധീനശക്തിക്ക് അടിപ്പെട്ട് ജലത്തിൽ ഉരുവപ്പെടുന്ന നീർക്കുമിളകൾക്ക് ജലത്തിൽ നിന്നും അന്യമായ ഉണ്മയില്ല. ജലതന്മാത്രകളുടെ താൽക്കാലികമായ രൂപാന്തര സ്ഥിതി മാത്രമാണ് നീർക്കുമിളയ്ക്കുള്ളത്. കുമിളാരൂപം നഷ്ടപ്പെട്ടാലും നീർക്കുമിള ജലമായി തന്നെ അവശേഷിക്കും. കുമിളയായി നിലകൊള്ളുമ്പോഴും കുമിളാരൂപമില്ലാതെയായി തീരുമ്പോഴും നീർക്കുമിളയിലെ ജലസ്വത്വം അതായി തന്നെ അവശേഷിക്കുന്നു. ശരീരത്തിൻ്റെ കാര്യവും ഒട്ടും വ്യത്യസ്തമല്ല. വസ്തുതാപരമായ ലൗകിക സത്യമാണ് ഇവിടെ സമർത്ഥിക്കപ്പെട്ടിരിക്കുന്നത്. എല്ലാം സ്വപ്നതുല്യം എന്നല്ലാതെ ഒന്നും പറയുവാനില്ല എന്നാണ് തുടർന്ന് പറഞ്ഞിരിക്കുന്നത്. ഉറങ്ങുന്നവൻ്റെ മനസ്സിലാണ് സ്വപ്ന ദൃശ്യങ്ങൾ ഉണ്ടായി മറയുന്നത്. ബോധം മറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് ഉറക്കം. ബോധനില വീണ്ടെടുക്കുമ്പോൾ ഉറക്കമുണരും. അപ്പോൾ സ്വപ്ന ദൃശ്യങ്ങൾ അപ്രത്യക്ഷമാകും. ലോകാനുഭവങ്ങളെ സ്വപ്നാനുഭവങ്ങളോട് തുലനം ചെയ്ത് പ്രാപഞ്ചികതയുടെ ഇന്മയെ അടിവരയിട്ട് ഇവിടെ സമർത്ഥിച്ചിരിക്കുന്നു. നാം ശരീരമല്ല, അറിവാകുന്നു. ശരീരമുണ്ടാകുന്നതിന് മുമ്പിലും അറിവായ നാം ഉണ്ടായില്ല. ഇനി ഇതൊക്കെ ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഇതാണ് പ്രാർത്ഥനയിലെ തുടർന്നുള്ള വരികൾ. ലോകം പ്രാതിഭാസികമാകുന്നു എന്ന സത്യം വെളിപ്പെട്ടു കിട്ടിയപ്പോൾ സ്വന്തം ശരീരസത്തയെപ്പറ്റി വിചാരം ചെയ്ത ഗുരുദേവൻ ശരീരത്തെയും ഭൂതഭൗതികമായി തന്നെ വെളിപ്പെടുത്തി അറിഞ്ഞു. കോടാനുകോടി ജീവശരീരങ്ങൾ ഈ ലോകത്തിലുണ്ട്. പ്രത്യക്ഷത്തിൽ അവയോരോന്നും സ്വതന്ത്ര സത്തയോടുകൂടിയവയാണെന്ന് തോന്നും. എന്നാൽ സൂക്ഷ്മ വിചിന്തനം ചെയ്തു നോക്കുമ്പോൾ സർവ്വജീവശരീരങ്ങളിലും ചൈതന്യം പകരുന്നത് ഒരേ പരമാത്മസത്തയാകുന്നു എന്ന് ബോധ്യപ്പെട്ട് കിട്ടുന്നതാണ്. സർവ്വജീവശരീരങ്ങളും അസ്ഥിരങ്ങളായ പഞ്ചമഹാഭൂത തന്മാത്ര സംഘാതങ്ങളാണ്. അതുകൊണ്ട് തന്നെ ശരീരം ജഡാത്മക പിണ്ഡമാണ്. അങ്ങനെയുള്ള ശരീരത്തിലെ ബോധസത്തയാണ് നാം. ആ ബോധസത്ത പരമാത്മസത്തയിൽ നിന്നും അന്യമല്ല എന്ന് കണ്ടു കഴിഞ്ഞതാണ്. പരമാത്മാവ് നിത്യവും അമൃതവുമായതുകൊണ്ട് പരമാത്മാവിൽ നിന്നും അന്യമല്ലാത്ത നാം എന്ന ബോധസത്തയും നാശരഹിതമാണ്. ശരീരമുണ്ടാകുന്നതിന് മുമ്പിലും അറിവായ നാം ഉണ്ടായിരുന്നു എന്ന ഗുരുവാക്യം ചിന്തോദ്ദീപകമാണ്. ജീവശരീരത്തിൻ്റെ അസ്ഥിരതയെയും ജീവാത്മാവിൻ്റെ നിത്യതയെയുമാണ് ഇവിടെ താരതമ്യം ചെയ്തിരിക്കുന്നത്. ജീവാത്മസ്വരൂപം പൂണ്ട് സർവ്വജീവജാലങ്ങളിലും പകർന്നാടുന്ന പരമാത്മസത്ത അറിവിൻ്റെ സ്വരൂപത്തോടു കൂടിയാണ് വർത്തിക്കുന്നത്. ആ അറിവ് അപൗരുഷേയമാണ്. അറിവിൻ്റെ പിതൃത്വം ആരിലും ആരോപിക്കാവുന്നതല്ല. വ്യക്തികൾ അവരുടെ വ്യക്തിസത്തയെപ്പറ്റി അറിയുന്നതിന് മുമ്പേ
സത്താപരതയെ സംബന്ധിക്കുന്ന അറിവിവിടെ ഉണ്ടായിരുന്നു. ആ അറിവിനെ വ്യക്തിനാശങ്ങൾ യാതൊരു തരത്തിലും ബാധിക്കുന്നതല്ല. എപ്രകാരമാണോ തിര ഇല്ലാതായി തീർന്നാലും വെള്ളമായി അത് തുടർന്ന് നിലനിൽക്കുന്നത്, അപ്രകാരം ശരീരം നശിച്ചു പോയാലും വ്യക്തിഭാവം ഇല്ലാതായി തീർന്നാലും അറിവായി നാം പ്രകാശിച്ചു കൊണ്ടിരിക്കും. താത്വികമായി തന്നെ ഇതിനെ അറിയേണ്ടതാണ്. ജനനം, മരണം, ദാരിദ്ര്യം, രോഗം, ഭയം ഇതൊന്നും നമ്മെ തീണ്ടുകയില്ല എന്നാണ് പ്രാർത്ഥനയിൽ തുടർന്ന് പറഞ്ഞിരിക്കുന്നത്. നാം ശരീരമല്ല, അറിവാകുന്നു എന്ന ബോധം ദൃഢീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ജനന മരണ ചിന്തകൾ നമ്മെ അലട്ടുകയില്ല. നാം ഉൾപ്പെടെ ഇവിടെ എന്തെല്ലാമുണ്ടോ അതെല്ലാം പ്രതീതികൾ മാത്രമാകുന്നു എന്ന് വിചാരം ചെയ്യപ്പെട്ടു കഴിഞ്ഞതാണ്. ജനന മരണങ്ങൾ വാസ്തവത്തിൽ ഇല്ലാത്തതാണെന്ന് സമർത്ഥിക്കാനായി വേദാന്തികൾ കോഴിമുട്ടയെയാണ് ദൃഷ്ടാന്തമായി പഠിപ്പിച്ചു തരുന്നത്. ഭൗതിക ദൃഷ്ടിക്ക് മുന്നിൽ കോഴിമുട്ട വിരിയുന്നതും കോഴിക്കുഞ്ഞ് ജനിക്കുന്നതും ആ കോഴിക്കുഞ്ഞ് വളർന്ന് മുട്ടയിടുന്നതുമൊക്കെ അനുഭവങ്ങൾ തന്നെയാണ്. എന്നാൽ അദ്വൈത ദൃഷ്ടിക്ക് മുന്നിൽ കാണപ്പെടുന്നത് ഒന്നും സത്യമല്ല താനും. ഈ വിരോധാഭാസത്തെ യുക്തി കൊണ്ട് മറികടക്കുന്നതെങ്ങനെ എന്നാണ് വേദാന്തം പഠിപ്പിച്ചു തരുന്നത്. അടവയ്ക്കപ്പെട്ട കോഴിമുട്ടയ്ക്കുള്ളിലെ ഭ്രൂണ മുട്ടയ്ക്കുള്ളിലെ മറ്റു വസ്തുക്കളെ ഇന്ധനമാക്കി രൂപാന്തരണത്തെ പ്രാപിക്കും. ഭ്രൂണം കോഴിക്കുഞ്ഞായി രൂപാന്തരപ്പെടുമ്പോൾ മുട്ടയിലെ വെള്ളക്കരുവും മഞ്ഞക്കരുവും ഇല്ലാതെയായിത്തീരുന്നു. മുട്ടയായിരിക്കുമ്പോൾ അതിൻ്റെ ഘടകവസ്തുക്കളായിരുന്ന സർവ്വതും രൂപാന്തരണത്തിന് വിധേയമായി കോഴിക്കുഞ്ഞായി പുറത്തു വരികയാണ് ചെയ്യുന്നത്. ജൈവികമായ ആ പ്രക്രിയയെ കോഴിക്കുഞ്ഞിൻ്റെ ജനനമായും മുട്ടയുടെ മരണമായും നാം വ്യവഹരിക്കുന്നു. വാസ്തവത്തിൽ അവിടെ ജനനമോ മരണമോ നടക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ജീവജാലങ്ങളിലും നടക്കുന്ന ജനന മരണ പ്രതീതികളുടെയും യഥാർത്ഥ വസ്തുത. പിതൃബീജവും മാതൃ അണ്ഡവും സംയോജിച്ചുണ്ടാകുന്ന ഭ്രൂണരൂപീകരണമാണ് സർവ്വജീവികളിലും ശിശുക്കളുടെ ജനന പ്രക്രിയയിലെ പ്രഥമഘട്ടം. സൂക്ഷ്മവിചാരം ചെയ്തു നോക്കിയാൽ ഇവിടെയും ജീവശരീര കോശങ്ങളുടെ രൂപാന്തരണ പ്രക്രിയയാണ് നടക്കുന്നത്. പ്രാപഞ്ചിക വസ്തുക്കളുടെ ഉണ്ടായി മറയൽ പോലെ തന്നെ ആണിത്. ഈ അർത്ഥതലത്തിൽ നിന്നുകൊണ്ട് വിചാരം ചെയ്യുമ്പോൾ ജനന മരണങ്ങൾ വാസ്തവത്തിലില്ലാത്തത് തന്നെയാണ്. ദാരിദ്ര്യം, രോഗം, ഭയം മുതലായവയുടെ കാര്യവും ഇതുപോലെ തന്നെയാണ്. പ്രായോഗിക ജ്ഞാനത്തിൻ്റെ അഭാവമാണ് ദാരിദ്ര്യത്തിനും രോഗത്തിനും ഭയത്തിനും കാരണമായി ഭവിക്കുന്നത്. അറിവിൻ്റെ പരമമായ നിലയെയാണ് പരമാത്മാവ് എന്ന് അദ്വൈതികൾ വാഴ്ത്തുന്നത്. പരമാത്മ സാക്ഷാത്കാരത്തിലൂടെ ദാരിദ്ര്യവും രോഗം, ഭയം മുതലായവയും ജനനമരണ ചിന്തകളുമെല്ലാം ഇല്ലാതായിത്തീരുന്നത് ഇപ്രകാരമാണ്. ജ്ഞാനാഗ്നി സർവ്വതിനെയും ജ്ഞാനമയമാക്കി തീർക്കുന്നു എന്ന് സാരം. ഇപ്രകാരം ഉപദേശിക്കപ്പെടുന്ന തിരുവാക്കുകളെയും ഈ തിരുവാക്കുകളുടെ ഉപദേഷ്ടാവായ പരമാത്മാവിനെയും ഞാൻ ഊണിലും ഉറക്കത്തിലും ഇടവിടാതെ എല്ലായ്പ്പോഴും ചിന്തിക്കുമാറാകണമേ. ഇതാണ് പ്രാർത്ഥനയിലെ തുടർന്നു വരുന്ന വരികൾ. ഇതുവരെ ഉപദേശിക്കപ്പെട്ടതെല്ലാം ജ്ഞാനരഹസ്യങ്ങളാണ്. ലൗകികന്മാർ ഈ വക രഹസ്യങ്ങളെപ്പറ്റിയൊന്നും അന്വേഷണം നടത്താറില്ല. അപൂർവം ചിലർക്കു മാത്രമേ അതിനുള്ള ഉൾപ്രേരണ ലഭിക്കാറുള്ളൂ. ഈ ഉൾപ്രേരണയും പരമാത്മാവിൻ്റെ നിശ്ചയപ്രകാരമാണ് സംഭവിക്കുന്നത്. യുഗപുരുഷന്മാരായി ജന്മവരിക്കുന്ന മഹാഗുരുക്കന്മാർ ഈ വക രഹസ്യങ്ങളെല്ലാം ഉപദേശരൂപേണ ലോകർക്ക് പകർന്നു നൽകും. അവരുടെ ഉപദേശങ്ങളാണ് തിരുവാക്കുകൾ.
ഗുരുക്കന്മാരുടെ ഉപദേശരൂപേണയുള്ള തിരുവാക്കുകൾ വാസ്തവത്തിൽ പരമാത്മാവിൻ്റെ തന്നെ വാണികളാണ്. ആ തിരുവാക്കുകൾ ശ്രവിക്കുന്ന നമ്മളും പരമാത്മാവിൽ നിന്നും അന്യരല്ല. എന്നാൽ നമ്മൾ അത് അറിയുന്നില്ല. ഗുരുക്കന്മാർ അറിയുന്നു. ഈ അറിവാണ് ഗുരുക്കന്മാരെ ഗുരുക്കന്മാരാക്കി തീർക്കുന്നത്. ഞാൻ പരമാത്മാവിൽ നിന്നും അന്യനല്ല എന്ന് ഊണിലും ഉറക്കത്തിലും ഇടവിടാതെ എല്ലായ്പ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് ഗുരുക്കന്മാർ. സത്യജിജ്ഞാസുക്കളും അങ്ങനെ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നവരാണ്. ഭാരതീയ പാരമ്പര്യത്തിലുള്ള ധ്യാന മാതൃകയെ ആശ്ലേഷിച്ചുകൊണ്ടാണ് ഈ പ്രാർത്ഥനാ മാതൃക ഗുരുദേവൻ അവലംബിച്ചത്. എൻ്റെ സകല പാപങ്ങളെയും കവർന്നെടുത്തുകൊണ്ട് എനിക്ക് നിന്റെ പരമാനന്ദം നൽകണമേ. എൻ്റെ ലോകവാസം കഷ്ടപ്പാടുകൂടാതെ കഴിഞ്ഞുകൂടുന്നതിനും ഒടുവിൽ നിന്റെ പരമപദം പ്രാപിക്കുന്നതിനും നിന്റെ അനുഗ്രഹം എന്നിൽ ഉണ്ടാകണമേ. ഗുരുകൃതമായ ഗദ്യപ്രാർത്ഥനയിലെ അവസാനത്തെ അർത്ഥനയാണിത്. സാധാരണ പ്രാർത്ഥനകളിലൊക്കെ പാപമോചനം, സമ്പൽ സമൃദ്ധി, ഐശ്വര്യം തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള അർത്ഥനകളാണ് നടത്തപ്പെടുന്നത്. എന്നാൽ ഇവിടെ നീ എൻ്റെ സകല പാപങ്ങളെയും കവർന്നെടുത്തുകൊണ്ട് എനിക്ക് നിന്റെ പരമാനന്ദം നൽകണമേ എന്നാണ് പ്രാർത്ഥിച്ചിരിക്കുന്നത്. കവർന്നെടുക്കുക എന്ന പദത്തിൻ്റെ വാഗർത്ഥം മോഷ്ടിക്കുക എന്നാണ്. ഒരാളുടെ സമ്പത്തിനെ അയാളുടെ അറിവോ അനുവാദമോ ഇല്ലാതെ മറ്റൊരാൾ ബലമായി സ്വന്തമാക്കുന്നതിനെയാണ് കവർച്ച എന്ന് പറയുന്നത്. കവർച്ചയിലൂടെ സ്വത്തിന്മേലുള്ള ഉടമസ്ഥാവകാശവും കൈവശാവകാശവും കൈമാറ്റം ചെയ്യപ്പെട്ടു പോകുന്നു. ഈ അർത്ഥതലത്തിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനാ ഭാഗത്തെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ടതാണ്. എൻ്റെ പാപങ്ങളെയെല്ലാം പരമാത്മാവ് കവർന്നെടുക്കുന്ന പക്ഷം ഞാൻ പാപവിമുക്തനായി തീരുന്നതാണ്. അത് സാധിതമായി തീരുന്ന കാര്യമാണോ? വിചാരം ചെയ്തു നോക്കാം. ഞാൻ ഉൾപ്പെടെ ലോകത്തിലുള്ള സർവ്വജീവികളും ജന്മസിദ്ധമായ കർമ്മവാസനയാൽ അഭിപ്രേരിതരായാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. പരമാത്മാവിൻ്റെ അഥവാ പ്രകൃതിയുടെ അഭിപ്രേരണയാൽ ചെയ്യപ്പെടുന്ന കർമ്മങ്ങളിലൊന്നും കർമ്മികൾക്ക് കർത്തൃത്വാവകാശമോ ഫലസിദ്ധിക്കുള്ള അർഹതയോ ഇല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ പാപങ്ങളെല്ലാം പരമാത്മാവ് കവർന്നെടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഞാനതറിയുന്നില്ല എന്ന് മാത്രം. എനിക്ക് അതറിയാൻ സാധിക്കുന്നത് എപ്പോഴാണോ അപ്പോൾ തന്നെ ഞാൻ പാപവിമുക്തനായിത്തീരും. പാപവിമുക്തി ബോധമെന്നെ ആനന്ദത്തിൽ ആറാടിക്കും. അത് സാധിതമായി തീരണമെങ്കിൽ എന്നിലെ ജ്ഞാനാഗ്നി പ്രോജ്വലിതമായി തീരുകയും ആ ജ്ഞാനാഗ്നിയിൽ എന്നിലെ അഹം പൂർണ്ണമായി ഹോമിക്കപ്പെടുകയും ചെയ്യണം. ആ ഭാഗ്യസിദ്ധിക്ക് വേണ്ടിയാണിവിടെ പ്രാർത്ഥിച്ചിരിക്കുന്നത്. എൻ്റെ ലോകവാസം കഷ്ടപ്പാടുകൂടാതെ കഴിഞ്ഞുകൂടുന്നതിനും ഒടുവിൽ നിന്റെ പരമപദം പ്രാപിക്കുന്നതിനും നിന്റെ അനുഗ്രഹം എന്നിലുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഗദ്യപ്രാർത്ഥന ഉപസംഹരിക്കപ്പെട്ടിരിക്കുന്നത്. ലോകജീവിതം കഷ്ടപ്പാടുകൾ നിറഞ്ഞതായി അനുഭവപ്പെടുന്നത് അതിജീവനകല വശമില്ലാത്തവർക്കാണ്. പ്രായോഗിക ജ്ഞാനം ആർജിച്ചെടുത്താൽ അതിജീവനകല വശപ്പെടുത്തിയെടുക്കാൻ എളുപ്പമാണ്. ജ്ഞാനാഗ്നിസ്വരൂപനായ പരമാത്മാവിൻ്റെ അനുഗ്രഹമാണ് അതിനും അനിവാര്യമായിട്ടുള്ളത്. ഒടുവിൽ നിന്റെ പരമപദം പ്രാപിക്കാനുള്ള അനുഗ്രഹം എന്നതുകൊണ്ട് മരണാനന്തരമുള്ള മോക്ഷമല്ല വിവക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ജീവിതം ആനന്ദപ്രദവും ശാന്തിപൂരിതവുമാക്കി തീർത്ത് വീണ്ടും ദുഃഖങ്ങളുടെ പുനരാവൃത്തിയിലേക്ക് വഴുതി വീഴാതിരിക്കത്തക്കവണ്ണം ജ്ഞാനപ്രഭാവത്തിൽ മുഴുകി ജീവിക്കാനുള്ള സൗഭാഗ്യമാണ് ഇവിടെ അർത്ഥിക്കപ്പെട്ടിരിക്കുന്നത്. ആധ്യാത്മികതയെ ഭൗതികതയുമായി സമന്വയിപ്പിച്ച് പ്രായോഗിക അദ്വൈത ബുദ്ധിയിലുറച്ച അതിജീവനകല സ്വായത്തമാക്കി തീർക്കാനുള്ള വിദ്യ സമാർജിച്ചെടുക്കാനും ജീവിതത്തെ ശാന്തിപൂരിതവും
ആനന്ദപ്രദവും സാർത്ഥകവുമാക്കി തീർക്കാനും വേണ്ടി ഗുരുദേവൻ രചിച്ച ഈ പരമാത്മോപനിഷത്തിൻ്റെ നിത്യജപവും ധ്യാനവും അതിവിശിഷ്ടമാണ്. ഇത്രയും കാര്യങ്ങളാണ് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ ഗദ്യപ്രാർത്ഥനയെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്.